പ്രൈസ് ദി ലോർഡ്. ഗോഡ് ഈസ് ലോ ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ 96ാമത്തെ ഓൺലൈൻ ഫെലോഷിപ്പിലേക്ക് കടന്നു വന്നിട്ടുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ദേവദാസിദാസന്മാർ, ദൈവമക്കൾ, ഓൺലൈനിലൂടെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ക്ഷണസീയെ നമ്മുടെ ദൈവശുശ്രൂഷയ്ക്കായി കടന്നിട്ടുള്ളത് പാസ്റ്റർ രാജേഷ് രാജുവാണ്. പ്രിയ ദേവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദേവദാസൻ കടന്നു വന്നിട്ടുള്ളത് കൊല്ലം ജില്ലയിൽ നിന്നുമാണ്. കൊല്ലത്തുള്ള IPC വെഞ്ഞാറമൂട് ദൈവസഭയുടെ ശുശ്രൂഷകനാണ്. ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഗോഡ് ഈസ് ലോ ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ പേരിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ ദൈവന സന്ദേശം ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും സൂം പ്ലാറ്റ്ഫോമിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയ ദേവദാസനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ ഓൺലൈൻ മീറ്റിംഗിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഗോഡ് ഈസ് ലോ ഇന്റർനാഷണൽ ഫെലോഷിപ്പ് അതിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ഓൺലൈൻ മീറ്റിങ്ങിന് ശക്തമായ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റർ സിജി ബെന്നി, അതേപോലെ തന്നെ ബ്രദർ ബെന്നി. ആമേൻ. എനിക്ക് മുന്നേ ഇവിടെ അനുഗ്രഹീതമായ നിലയിൽ പാട്ടുകൾ പാടി നമ്മളെ ആത്മീകമായിട്ട് വളരെ ശക്തമായ ഒരു ശുശ്രൂഷ അനുഭവം നമുക്ക് നൽകി തന്ന പാസ്റ്റർ അജു ആർ ജോൺ അവറുകൾ, മറ്റനേക അഭിഷക്തന്മാരെ ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെയും അവരുടെ പേരുകളൊക്കെ ഞാൻ കാണുന്നുണ്ട്. അഭിഷക്തന്മാരെ അനേക ദൈവദാസന്മാർ ഇതിൽ പങ്കെടുക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ അതുപോലെ തന്നെ ഓൺലൈനിൽ ഇപ്പോൾ ഈ മീറ്റിംഗിൽ ലൈവായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർ, ശേഷം ഈ മെസ്സേജ് വിവിധ മാധ്യമങ്ങളിലൂടെ കാണുന്ന എല്ലാ പ്രിയമുള്ളവർക്കും വേഗത്തിലാകുന്നതിനാകുന്ന യേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിക്കുകയും ഇങ്ങനെ ദൈവവചനം സംസാരിപ്പാൻ അവസരം ഒരുക്കി തരികയും ചെയ്ത പ്രിയമുള്ളവരുടെ പ്രത്യേകമായ നന്ദി ഈ സമയത്ത് ഞാൻ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഗോഡ് ഈസ് ലവ് എന്നുള്ള ഒരു ഇന്റർനാഷണൽ മിനിസ്ട്രി സ്തോത്രം ആരംഭിക്കുവാനും അത് അനേക ദൈവദാസന്മാരെ, ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് പരിചയമില്ലാത്ത ആളുകളെയാണ് ഞാൻ ഈ സൂം മീറ്റിങ്ങിലൂടെ പ്ലാറ്റ്ഫോമിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിലായിരുന്നു നമ്മളെയൊക്കെ ഒരുമിച്ച് കാണുവാനും ദൈവ സ്നേഹത്തിൽ കോർത്തിണക്കുവാനും വേണ്ടി അനുഗ്രഹീതമായ ഒരു മിനിസ്ട്രിക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട സിജി ഡെന്നി, അതേപോലെ തന്നെ ബ്രദർ ഡെന്നി, അവരെ ഓർത്ത് ഞാൻ പ്രത്യേകമായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന മറ്റ് അഭിഷിക്തന്മാരെ ഓർത്തും ഞാൻ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ദൈവരാജ്യത്തിന്റെ ശക്തമായിട്ടുള്ള കെട്ടുപണിക്ക് വേണ്ടി അനേകരെ ദൈവനാമത്തിൽ നേടിയെടുക്കുവാൻ വേണ്ടി വളരെ കാര്യഗൗരവത്തോടുകൂടെ ഈ ശുശ്രൂഷ അവർ നേതൃത്വം കൊടുക്കുന്നല്ലോ. അവര് ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ടവര് ഈ മീറ്റിംഗിലേക്ക് ദൈവവചനം സംസാരിക്കുന്നതിന് വേണ്ടി എന്നെ കോൺടാക്ട് ചെയ്യുകയുണ്ടായി. അതിൽ നിന്ന് ഞാനൊരു കാര്യം മനസ്സിലാക്കി. ഇവർ വളരെ ഗൗരവത്തോടും വളരെ സീരിയസോടും കൂടിയാണ് ഈ മിനിസ്ട്രി ചെയ്യുന്നത്. കാരണം പല തവണ എന്നെ വിളിക്കുകയും പല അവസരങ്ങളിലായിട്ട് മെസ്സേജുകൾ പാസ് ചെയ്യുകയും, കാരണം ഈ മിനിസ്ട്രിക്ക് എത്രമാത്രം അവര് ഗൗരവം കൊടുക്കുന്നു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കാനിടയായി. ഇത് ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടുള്ള ശുശ്രൂഷയാണ്. അതിനുള്ള ഒരു കാര്യഗൗരവം പലപ്പോഴും പലവിധ കാര്യങ്ങളും നാം ഉദാസീനതയോടെ പലരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവർ വളരെ ഗൗരവത്തോടെ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് കാണുവാൻ ഇടയായിത്തീർന്നു. അതോർത്ത് ഞാൻ പ്രത്യേകമായിട്ട് അവരെ അഭിനന്ദിക്കുകയും ദൈവനാമത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും അവരുടെ ശുശ്രൂഷകളിലും തുടർന്നുള്ള മിനിസ്ട്രിക്കും ഉണ്ടാകട്ടെ എന്ന് ആരംഭത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഈ തരത്തിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചല്ലോ. ദൈവവചനം ശുശ്രൂഷിക്കുന്ന മുമ്പ് തന്നെ ഞാൻ അതിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആരംഭം മുതൽ ഇതുവരെ ഉള്ള എല്ലാ ശുശ്രൂഷകളും ഒത്തിരി ഹൃദയത്തിന് സന്തോഷവും ആനന്ദവും പകർന്നു തന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ മിനിസ്ട്രിയുടെ ഭാഗമായി നിൽക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. വ്യക്തിപരമായി അത് എനിക്കും ഒരു വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ അജു ആർ ജോൺ അദ്ദേഹം ആരംഭത്തിൽ ആ സംഗീത ശുശ്രൂഷ നിർവഹിച്ചപ്പോൾ ഒരു ദൈവവചന ഭാഗം അദ്ദേഹം ഉദ്ധരിക്കുകയുണ്ടായി. 38 വർഷമായിട്ട് ഒരു വിടുതൽ ആഗ്രഹിച്ച് പ്രദേശ എന്ന കുളക്കടവിൽ കിടന്ന മനുഷ്യൻ യേശു കർത്താവ് അവന്റെ അടുക്കൽ വന്ന് നിനക്ക് രക്ഷ പ്രാപിപ്പാൻ, വിടുതൽ പ്രാപിപ്പാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത്: എന്നെ സഹായിപ്പാൻ എനിക്ക് ആരുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ സഹായിപ്പാൻ എനിക്ക് ആരുമില്ല. ഇന്ന് കാരണം ഇത് ബെഥെസ്ദ കുളക്കടവിൽ യേശുവിനെ അറിയാത്ത വിടുതൽ പ്രാപിപ്പാൻ ആഗ്രഹിച്ച് അതെങ്ങനെ പ്രാപിക്കും എന്ന്
തിരിച്ചറിയുവാൻ കഴിയാതിരുന്ന ഒരു വ്യക്തിയോട് യേശു കർത്താവ് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് അനേകം ആളുകൾ നമുക്ക് ചുറ്റുപാടും ഇതേ ഒരു മറുപടിയുമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ശബ്ദവുമായിട്ട് നിൽക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മളോടൊക്കെ പേഴ്സണലായിട്ട് സംസാരിച്ച് അനേകർ പറഞ്ഞിട്ടുണ്ട്, എന്നെ സഹായിക്കാൻ ആരുമില്ല. പ്രൈസ് ദി ലോർഡ്. അത് കുളക്കടവിലല്ല, നമ്മുടെ കൂട്ടായ്മകളിൽ തന്നെ നമ്മളോട് എത്ര പേര് പറഞ്ഞു, എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല, ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സംവിധാനങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല. അനേക അഭിഷിക്തന്മാർ, അനേക ദൈവദാസന്മാർ കണ്ണുനീരോടുകൂടെ പറയുന്നുണ്ട്, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എന്നെ ആരും ഉൾക്കൊള്ളുന്നില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്റെ അവസ്ഥ ആർക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മളോടൊപ്പം ദൈവത്തെ ആരാധിക്കുന്ന അനേകം ആളുകൾ നമ്മുടെ ഇടത്തും വലത്തൊക്കെ ഇരുന്ന് നമ്മൾ ആരാധിച്ച് കൈ കൊടുത്ത് പിരിയുമ്പോഴും അവരുടെ അന്തരംഗത്തിൽ അവർ തേങ്ങിക്കൊണ്ട് പറയുകയാണ്, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എന്നെ ആരും സഹായിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവിടെയാണ് ഈ ദൈവ സ്നേഹത്തിന്റെ പ്രസക്തി. ഈ മിനിസ്ട്രിയുടെ പേര് തന്നെ ഗോഡ് ഈസ് ലവ് എന്നാണ്. ദൈവം സ്നേഹം തന്നെ. ആ ഒരു പേരിലാണ് ഈ ഒരു മിനിസ്ട്രി സ്തോത്രം അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ദൈവ സ്നേഹത്തിൽ അനേകം ആളുകൾ സ്തോത്രം ആരുമില്ല എന്ന് പറയുമ്പോൾ സ്തോത്രം നിങ്ങളെ സ്നേഹിപ്പാൻ, നിങ്ങളെ കരുതുവാൻ, നിങ്ങളെ മനസ്സിലാക്കുവാൻ ദൈവ സ്നേഹം അനുഭവിച്ചറിഞ്ഞ ഞങ്ങളുണ്ട് എന്ന് പറയുന്ന ഒരു മിനിസ്ട്രിയാണ് ഇതെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് നമ്മളോട് പറഞ്ഞത് നമ്മൾ അന്യോന്യം സ്നേഹിക്കണമെന്നാണ്. സ്തോത്രം. യോഹന്നാന്റെ 1-ാം ലേഖനം, 1 യോഹന്നാൻ 4-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, പ്രിയമുള്ളവരെ നാം അന്യോന്യം സ്നേഹിക്കുക. പ്രൈസ് ദി ലോർഡ്. വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ഭാഗമാണ്. പ്രിയമുള്ളവരെ നാം അന്യോന്യം സ്നേഹിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് സ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. പലപ്പോഴും നമ്മളെല്ലാവരും വേഗത്തിൽ മുറിവേൽക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിനകത്ത്. നമ്മളൊരു ഒരുമിച്ചായിരിക്കുമ്പോൾ, ഒരു മീറ്റിങ്ങിനകത്ത് നമ്മൾ ഒരുമിച്ച് പങ്കെടുക്കുമ്പോൾ ഒരാളെ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ അദ്ദേഹം പെട്ടെന്ന് മുറിവേൽക്കപ്പെടുകയാണ്. നമ്മൾ അന്യോന്യം കാണുമ്പോൾ ഒരാൾക്ക് നമ്മൾ ഹസ്തദാനം കൊടുക്കുവാൻ വിട്ടുപോയാൽ അദ്ദേഹം പെട്ടെന്ന് മുറിവേൽക്കുകയാണ്. അദ്ദേഹത്തിന് അർഹമായ സ്ഥാനം കൊടുക്കുന്നതിൽ ഉത്തരവാദിത്തപ്പെട്ടവർ പരാജയപ്പെട്ടു പോയാൽ അദ്ദേഹം പെട്ടെന്ന് മുറിവേൽക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ മനസ്സിലാക്കിയ ഒരു വസ്തുത, എന്തുകൊണ്ടാണ് നാം പെട്ടെന്ന് മുറിവേൽക്കുന്നത്? എനിക്കും ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഞാനും പെട്ടെന്ന് മുറിവേറ്റിട്ടുണ്ട്, എനിക്കും ഒത്തിരി വേദനകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വാസ്തവമായും ദൈവവചനത്തിൽ നിന്ന് എനിക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞത്, ദൈവ സ്നേഹം വാസ്തവമായി എന്നിൽ ആ തികവിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് മുറിവേൽക്കപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ഞാൻ അതിനകത്ത് പ്രകോപിതനായി മാറുന്നത്, പെട്ടെന്ന് ഞാൻ തകർന്നു പോകുന്നത്. വാസ്തവമായ ദൈവ സ്നേഹം എന്റെ അകത്തുണ്ടെങ്കിൽ സ്തോത്രം, ആ വസ്തുതകളെ അംഗീകരിച്ചുകൊണ്ട് എനിക്ക് അവിടെ ആ ദൈവ സ്നേഹത്തിനകത്ത് നിലനിർത്തുവാനായിട്ട് സാധിക്കും. പലപ്പോഴും അത് സാധിക്കാതെ വരുന്ന ഒത്തിരി സന്ദർഭങ്ങൾ എന്റെ ജീവിതത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ദൈവവചനം പറയുന്ന, പ്രിയമുള്ളവരെ നാം അന്യോന്യം സ്നേഹിക്കുക. എന്നിട്ട് പറയുമ്പോൾ സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു, സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. ഇനി 8-ാമത്തെ വാക്യം, അവിടെയാണ് നമ്മുടെ ഈ മിനിസ്ട്രിയുടെ പേര്. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവം സ്നേഹം തന്നെ. അപ്പൊ വാസ്തവമായി ദൈവം സ്നേഹമാണ്. ഗോഡ് ഈസ് ലവ്. അപ്പോൾ ഗോഡ് ഹാസ് ലവ് എന്നല്ല, ദൈവത്തിൽ സ്നേഹമുണ്ട് എന്നല്ല, ദൈവം തന്നെ സ്നേഹമാകുന്നു. ദൈവത്തിൽ സ്നേഹമുണ്ട് എന്ന് പറയുമ്പോൾ ദൈവത്തിനകത്ത് വെറുപ്പുമുണ്ടെന്ന് വരും, ദൈവത്തിനകത്ത് വിദ്വേഷവും ഉണ്ടെന്ന് വരും. അങ്ങനെയല്ല ഇവിടെ പറയുന്നത്, ദൈവം സ്നേഹമാണ്. അപ്പോൾ വെറുപ്പില്ലാത്ത, വിദ്വേഷമില്ലാത്ത, പകയില്ലാത്ത, പിണക്കമില്ലാത്ത സ്നേഹം മാത്രം നമുക്ക് നൽകിത്തരുന്ന ആ ദൈവത്തെ വാസ്തവമായി നാം അറിഞ്ഞിരിക്കുന്നുവെങ്കിൽ, അതാണ് പറയുന്നത്, നാം എന്ത് ചെയ്യും? മറ്റുള്ളവരെയും സ്നേഹിക്കും. ഇവിടെ ദൈവം സ്നേഹമാകുന്നു. അപ്പൊ ആ ദൈവം സ്നേഹമാകുന്ന ദൈവത്താൽ നാം സ്നേഹിക്കപ്പെടുന്നു എങ്കിൽ നമുക്ക് മറ്റുള്ളവരെയും സ്നേഹിപ്പാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ ദൈവ സ്നേഹം നമുക്ക് അനുഭവിപ്പാൻ കഴിയാതെ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിപ്പാനായിട്ട് സാധിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. നാം ഒരു സഭയുടെ ഭാഗമായതുകൊണ്ടോ, നാം ഒരു ശുശ്രൂഷയുടെ ഭാഗമായതുകൊണ്ടോ, നാം ചില ശുശ്രൂഷകൾ ചെയ്തു വരുന്നു എന്നുള്ളത് കൊണ്ടോ
നമുക്ക് മറ്റുള്ളവരെ സ്നേഹിപ്പാനായിട്ട് സാധിക്കത്തില്ല. സ്നേഹമാകുന്ന ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവർക്ക് മാത്രമേ, ആ സ്നേഹത്തെ യഥാർത്ഥമായി അനുഭവിച്ചറിഞ്ഞവർക്ക് മാത്രമേ മറ്റുള്ളവരെ സ്നേഹിപ്പാനായിട്ട് സാധിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ സ്നേഹമാകുന്ന ദൈവത്തിൽ നിന്നും അല്ലെങ്കിൽ ആ ദൈവത്താലും ജനിക്കപ്പെട്ടവന് മാത്രമേ മറ്റുള്ളവരെ സ്നേഹിപ്പാനായിട്ട് സാധിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ ഒത്തിരി മദ്യം, മയക്കുമരുന്ന്, ഇതിന്റെ ഉപഭോഗം, അപനിമിത്തമുള്ള വിഷയങ്ങളൊക്കെ ഇന്ന് ഈ വർത്തമാന കാലഘട്ടത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് തലമുറ മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ ഈ മാരകമായ ലഹരി പദാർത്ഥങ്ങളുടെ അടിമകളായി നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ഈ നമ്മുടെ ഈ മലയാളി സമൂഹം, കൊച്ചു കേരളത്തിലൊക്കെ വളരെ ഭീകരമായ നിലയിൽ മദ്യവും മയക്കുമരുന്ന് മനുഷ്യനെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് വളരെ ചർച്ച ചെയ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ ഇന്ന് ദൃശ്യമാധ്യമങ്ങളിൽ ഒരു വലിയ വാർത്തകളായിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കുഞ്ഞുങ്ങളിലൊക്കെ ഈ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തെ നിരുത്സാഹപ്പെടുത്തുവാനും അവരെ ബോധവൽക്കരിക്കാൻ വേണ്ടി ഇന്ന് ചാനൽ ലേഖകന്മാരും ചാനൽ മേധാവിമാരൊക്കെ അവർ ചാനൽ മൈക്കുമായിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങുകയാണ്. സ്കൂളുകളിലേക്ക് ചെല്ലുന്നു, കലാലയങ്ങളിലേക്ക് ചെല്ലുന്നു, സമൂഹത്തിന്റെ വിവിധ നാനാതുറകളിലേക്ക് ചെന്നിട്ട് അതിനെതിരായിട്ടുള്ള ഒരു ബോധവൽക്കരണമൊക്കെ കൊടുക്കുകയാണ്. രാഷ്ട്രീയ സംഘടനകളും യുവജന പ്രസ്ഥാനങ്ങൾ, മതപ്രസ്ഥാനങ്ങൾ എല്ലാം തന്നെ ഇങ്ങനെ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായിട്ടുള്ള ഈ ബോധവൽക്കരണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഒത്തിരി സെലിബ്രിറ്റീസുകൾ, ചലച്ചിത്ര താരങ്ങളൊക്കെ മയക്കുമരുന്നുകൾ, രാസലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളെ കുറിച്ചുള്ള ഒത്തിരി ബ്രേക്കിംഗ് ന്യൂസുകളൊക്കെ വരികയും അവർക്കെതിരായിട്ടുള്ള അന്വേഷണങ്ങൾ, അതിനെ തുടർന്നുള്ള നടപടികളൊക്കെ ഈ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ തുടർമാനമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വ്യക്തി, ആരോപണ വിധേയനായ ഒരു വ്യക്തിയുടെ സഹോദരൻ, ആ വ്യക്തിയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിന് ചുറ്റും ചാനൽ ലേഖകന്മാർ അവരുടെ മൈക്കുമായിട്ട് കടന്നു ചെന്ന ശേഷം ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ ഈ മനുഷ്യൻ വളരെ ലാഘവത്തോടു കൂടി അവരോട് മറുപടി ചോദിക്കുകയാണ്, നിങ്ങൾ ആരും ഇങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഒന്നും ഉപയോഗിക്കുന്നില്ല. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നില്ലേ? നിങ്ങൾ വൈകിട്ട് നിങ്ങളുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അല്പം മദ്യപിക്കുന്നവരല്ലേ എന്നൊക്കെ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുക. നിങ്ങൾ ലഹരി ഉപയോഗിക്കത്തില്ലേ? അതിന് വ്യക്തമായ മറുപടി അവർ പറയുന്നില്ല. മാത്രമല്ല, ചാനൽ ഈ കോമ്പറ്റീഷന്റെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാദപ്രതിവാദങ്ങളുടെ ഇടയിൽ അവർ തന്നെ അന്യോന്യം ആരോപണം ഉന്നയിക്കുകയാണ്. പകലൊക്കെ ചാനൽ മുറികളിൽ ഇരുന്നുകൊണ്ട് ഈ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായിട്ട് വാർത്തകളൊക്കെ വായിക്കുകയും ഒത്തിരി ധാർമ്മിക രോക്ഷമൊക്കെ കൊണ്ടിട്ട് വൈകുന്നേരം അവരുടെ ജോലി അവസാനിപ്പിച്ചിട്ട് അവര് പോകുമ്പോൾ അവരുടെ എന്റർടൈൻമെന്റിന് വേണ്ടി, മാനസിക സന്തോഷത്തിന് വേണ്ടി അവർ മദ്യപിക്കുകയും ഇങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങൾ അവർ ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നുള്ള കാര്യം വസ്തുതാപരമായിട്ട് അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരികയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും മറ്റുള്ളവരെ ഉപദേശിക്കുന്ന അല്ലെങ്കിൽ പലപ്പോഴും ധാർമ്മികമായിട്ടുള്ള രോഷങ്ങൾ പ്രകടിപ്പിക്കുന്ന ആളുകൾ തന്നെ അവരെന്തിനെ കുറിച്ചാണോ പറയുന്നത് ആ വിഷയത്തിനകത്ത് അവര് എന്ത് ചെയ്യുന്നു, അവർക്ക് ഒരു ധാർമ്മികമായിട്ടുള്ള മൂല്യം അവർക്ക് ഉയർത്തി കാണിക്കാനായിട്ട് സാധിക്കുന്നില്ല. അവര് ഒരു ലൈം ലൈറ്റിലേക്ക് വരുമ്പോൾ പറയുന്നതല്ല അവരുടെ രഹസ്യ ജീവിതത്തിനകത്ത് സംഭവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ സുവിശേഷത്തിന്റെ വക്താക്കളാണ്. സുവിശേഷം എന്ന് പറയുന്നത് തന്നെ ദൈവ സ്നേഹത്തിന്റെ പ്രചരണമാണ്. സാക്ഷാൽ ദൈവമായിരുന്നവൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് സകല മനുഷ്യരെയും സ്നേഹിച്ച് അവർക്ക് വേണ്ടി തന്റെ പ്രാണനെ കൊടുത്തു എന്നുള്ളതാണ് സുവിശേഷം. ദൈവത്തിന്റെ സന്ദേശമാണ് സുവിശേഷം. ആ സുവിശേഷം പ്രസംഗിക്കുന്ന നമ്മുടെ ഹൃദയത്തിനകത്തും ഇന്ന് കയ്പ് നിറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ സുവിശേഷം മറ്റുള്ളവരോട് പറയുമ്പോഴും നമ്മുടെ ഹൃദയത്തിനകത്ത് കയ്പ് നിറഞ്ഞിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ ദൈവസ്നേഹം നമ്മൾ അനുഭവിച്ചിട്ട് അത് സ്വാഭാവികമായി മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ കഴിയാതെ ആശയപരമായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള സംസാരമായിട്ട് ഇന്ന് സുവിശേഷത്തെ ഉദിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ അതിനെ ആ ഒരു നിലവാരത്തിലേക്ക് മാത്രം താഴ്ത്തി വെക്കുന്ന അവസ്ഥയുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി വാഗ്വാദത്തോടുകൂടെ നമ്മൾ സംസാരിക്കുന്നു.
സുവിശേഷത്തിന്റെ വക്താക്കളായി നിൽക്കുന്ന ആളുകൾ പോലും വിദ്വേഷപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തി അന്യമതസ്ഥരെയും ഇതര സമൂഹത്തെയൊക്കെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് സംസാരിക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ട്. അതിനാൽ അപ്പോൾ ഒത്തിരി ആളുകൾ ആ വാക്കുകൾ കേട്ടിട്ട് മുറിവേൽക്കുകയാണ്. നമുക്ക് വാസ്തവമായ സുവിശേഷം എന്ന് പറയുന്നത് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്കുടെ ഹൃദയത്തിനകത്തേക്ക് വിദ്വേഷം വിളമ്പുന്നതല്ല, മറിച്ച് വിദ്വേഷജനകമായിരിക്കുന്ന ലോകത്തിനകത്ത് സമാധാനത്തെ ഘോഷിക്കുന്നതാണ് യഥാർത്ഥമായ സുവിശേഷം. അപ്പം യഥാർത്ഥമായിട്ടുള്ള ദൈവ സ്നേഹം നമുക്ക് ദർശിക്കണമെങ്കിൽ അത് വാസ്തവമായി ക്രൂശിനകത്ത് മാത്രമേ കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്തോത്രം ഇവിടെ 1 യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി പ്രാണനെ കൊടുത്തതാണ് യഥാർത്ഥമായിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത്. യഥാർത്ഥമായി നമ്മൾ എവിടെ നിന്നാണ് ഈ ദൈവ സ്നേഹം അനുഭവിച്ചതെന്ന് ചോദിച്ചാൽ അത് കാൽവറി മലയുടെ മുകളിൽ നമുക്ക് വേണ്ടി തന്റെ ചങ്കിലെ അവസാന തല്ലി രക്തം വരെയും ഊറ്റിത്തന്ന യേശു ക്രിസ്തുവിൽ നിന്നാണ് നാം ഈ ദൈവസ്നേഹത്തെ പ്രാപിച്ചിരിക്കുന്നത്. നാം ദൈവത്തിന് ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തതിലൂടെ വാസ്തവമായ ദൈവസ്നേഹം ലോകത്തിന് കാണിച്ചു കൊടുത്തത് യേശു ക്രിസ്തു മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ നിന്നാണ് യഥാർത്ഥമായി ദൈവസ്നേഹം കാണുവാൻ കഴിയൂ. അവിടെ നിന്ന് മാത്രമേ യഥാർത്ഥമായി ദൈവസ്നേഹം അനുഭവിപ്പാൻ എന്ന് പറഞ്ഞാൽ വാസ്തവമായി ക്രൂശിൽ നിന്നുകൊണ്ട് യഥാർത്ഥമായി ദൈവസ്നേഹം നാം അനുഭവിച്ചിരിക്കുന്നു എങ്കിൽ മറ്റൊരാളുടെ വാക്കിനകത്ത് നമ്മൾ ഒരിക്കലും വീണു പോകുകയില്ല, നമ്മൾ പെട്ടെന്ന് നമ്മൾ തകർന്നു പോകുകയില്ല. നമ്മളെ എത്ര വിദ്വേഷിച്ചാലും, നമ്മൾ നന്മ ചെയ്യുമ്പോഴും, നമ്മൾ നല്ല നിലവാരത്തിൽ ഓൺലൈൻ മിനിസ്ട്രി ചെയ്യുമ്പോഴും, നമ്മൾ നാടൊട്ടുക്കും സുവിശേഷം അറിയിക്കുമ്പോഴും, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ അടച്ചു പ്രാർത്ഥിക്കുമ്പോഴും നമുക്ക് അതിന് മറുപടിയായി നമുക്ക് വിദ്വേഷവും നമുക്കെതിരായിട്ട് വിമർശനവും ഒക്കെ കടന്നു വരുമ്പോഴും അതിനെ ആ ദൈവ സ്നേഹത്തിനകത്ത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെ ആരാണോ വിമർശിക്കുന്നത്, ആരാണോ കുറ്റം പറയുന്നത്, ആരാണോ നമുക്ക് നിലപാടുകൾ സ്വീകരിക്കുന്നത്, അവരെ വാസ്തവമായി സ്നേഹിക്കണമെങ്കിൽ ക്രൂശിലെ യഥാർത്ഥമായ സ്നേഹം നമ്മുടെ ഹൃദയത്തിനകത്ത് നമുക്ക് ലഭ്യമായെങ്കിൽ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിനെ എല്ലാവരും ദുഷിക്കുകയാണ്. സ്തോത്രം. നമ്മെ പോലെ ദൈവം പ്രകോപിതനായിരുന്നു എങ്കിൽ അവിടുന്ന് ക്രൂശിൽ നിന്ന് ഇറങ്ങി വരുമായിരുന്നു. ക്രൂശിന്റെ ചുറ്റും മുന്നിലൂടെ നടന്നു പോകുമ്പോൾ ആർക്കു വേണ്ടിയാണോ മരിക്കുന്നത്, ആർക്കു വേണ്ടിയാണോ ഈ അടിയെല്ലാം ഏറ്റുവാങ്ങുന്നത്, ആർക്കു വേണ്ടിയാണോ ഈ പീഡകൾ സഹിക്കുന്നത്, ആ ജന ക്രൂശിനെ നോക്കിക്കൊണ്ട് യേശു ക്രിസ്തുവിനെ നിന്ദിക്കുകയാണ്. നീ സാക്ഷാൽ ദൈവമാണെങ്കിൽ ഇറങ്ങി വാ, നിന്നെ രക്ഷിക്ക്. ഇടത്തും വലത്തും ക്രൂശിക്കുന്ന കള്ളന്മാർ പറയുകയാണ്, നീ വാസ്തവമായി ദൈവമാണെങ്കിൽ, നീ വാസ്തവമായി ഒരു പ്രവാചകനാണെങ്കിൽ, നീ ദൈവപുത്രനാണെങ്കിൽ നീ നിന്നെ തന്നെ രക്ഷിക്ക, ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞ് പ്രകോപനപരമായ വാക്കുകൾ കേൾക്കുമ്പോഴും വാസ്തവമായ ദൈവ സ്നേഹത്തിന്റെ പ്രകടമായ ഭാവം ക്രൂശിനകത്തൂടെ നമ്മൾ കാണുകയാണ്. എന്നെ നിന്ദിക്കുന്നവർ, എന്നെ പരിഹസിക്കുന്നവർ, എന്റെ തലമുടിയിൽ എന്റെ താടിരോമങ്ങൾ വലിച്ചു മറിക്കുന്നവർ, എന്റെ ചങ്കിൽ ഈ കുന്തം കുത്തി ഇറക്കുന്നവർ, എന്റെ മുതുകത്ത് ഈ ഉഴവുചാലി പോലെ ചാട്ടവാറുകൾ ഉയർത്തി താടുകൊണ്ട് ക്രൂരമായി മർദ്ദിക്കുന്നവർ, അവർക്ക് വേണ്ടി പ്രാണനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവസ്നേഹം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ദൈവസ്നേഹത്താൽ നാം, അതാ പറഞ്ഞത്, ആ ദൈവസ്നേഹത്താലാണ് നാം വിടുവിക്കപ്പെട്ടിരിക്കുന്നത് എങ്കിൽ, ആ ദൈവസ്നേഹത്താലാണ് നാം വീണ്ടും ജനിച്ചിരിക്കുന്നത് എങ്കിൽ നമ്മളിൽ നിന്നും ഈ ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്ന് ചെല്ലുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യഥാർത്ഥമായ ദൈവസ്നേഹം, യഥാർത്ഥമായ ദൈവസ്നേഹം പ്രൈസ് ദി ലോർഡ് ക്രൂശിനകത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ ദൈവസ്നേഹമാണ് നമ്മെ വിടുവിച്ചിരിക്കുന്നത്. ആ ദൈവസ്നേഹമാണ് വാസ്തവമായി സ്തോത്രം നമുക്കൊരു വീണ്ടും ജനനത്തെ നൽകിയിരിക്കുന്നതെങ്കിൽ പ്രിയമുള്ളവരെ, ആ ദൈവസ്നേഹം മറ്റനേകരിലേക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ നാം സ്നേഹിക്കപ്പെടുന്നതിലൂടെയാണ് ദൈവരാജ്യത്തെ നാം പ്രസ്താവിക്കുന്നത്. നാം സ്നേഹിക്കുന്നതിലൂടെയാണ് നാം ദൈവരാജ്യത്തെ വാസ്തവമായി മറ്റുള്ളവരുടെ മുൻപാകെ പ്രദർശിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. 1 യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിൽ നാം കാണുന്നു, നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്ക് അറിയാം. സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ നാം യഥാർത്ഥമായി നിത്യജീവൻ, യഥാർത്ഥമായി ക്രൂശിനകത്ത് ക്രിസ്തു നമുക്ക് തന്ന ആ ദൈവ സ്നേഹത്താൽ നാം ക്രിസ്തുവിൽ വീണ്ടും ജനിച്ചിരിക്കുന്നെങ്കിൽ സ്വാഭാവികമായി ആ ദൈവ സ്നേഹം നിമിത്തം നാം മറ്റുള്ളവരെ സ്നേഹിക്കും.
നാം മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലൂടെയാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നത്. നാം മറ്റുള്ളവരെ പകയ്ക്കുന്നെങ്കിൽ നാം മരണത്തിൽ കടക്കുന്നു എന്ന് പറഞ്ഞാൽ, നാം സ്നേഹിക്കുന്നെങ്കിൽ നമ്മിൽ ജീവനുണ്ട്. നമ്മൾ പകയ്ക്കുമ്പോൾ നമ്മിൽ മരണമാണുള്ളത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. നാം മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ നാം അവിടെ സ്വർഗത്തെ സൃഷ്ടിക്കുകയാണ്. ദൈവവചനം പറയുന്നു, ആമേൻ, സഹോദരനെ, ആമേൻ, സ്തോത്രം, വിദ്വേഷിക്കുന്നവൻ, സഹോദരനെ വെറുക്കുന്നവൻ കുലപാതകനാകുന്നു, അവൻ അഗ്നി നരകത്തിന് യോഗ്യനാകും. നാം ഒരുവനെ വെറുക്കുമ്പോൾ നാം അവിടെ നരകത്തെയാണ് സൃഷ്ടിക്കുന്നത്. നാം ഒരുവനെ സ്നേഹിക്കുമ്പോൾ നാം അവിടെ സ്വർഗത്തെയാണ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ നാം സഹോദരനെ സ്നേഹിക്കുന്നെങ്കിൽ നമ്മിൽ നിത്യജീവനുണ്ട്, അവിടെ ജീവനുണ്ട്. നാം സഹോദരനെ വെറുക്കുന്നെങ്കിൽ അവിടെ മരണമാണുള്ളത്. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ആമേൻ. 3-ാം അധ്യായം 1 യോഹന്നാൻ 3-ാം അധ്യായം 10-ാം വാക്യം, ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. എങ്ങനെ? ആമേൻ, സ്തോത്രം, സ്നേഹിക്കുന്നതിലൂടെ. നീതി പ്രവർത്തിക്കാത്തവൻ ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. ദൈവത്തിന്റെ മക്കളും പിശാചിന്റെ മക്കളെന്നും ഇതിനാൽ തെളിയുന്നു. എങ്ങനെ തെളിയുന്നു എന്ന് ചോദിച്ചാൽ, നീതി പ്രവർത്തിക്കുന്നവനും സഹോദരനെ സ്നേഹിക്കുന്നവനും ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നമ്മളൊക്കെ ഉപദേശത്തിന്റെ ആമേൻ, സ്തോത്രം, ഘോരഘോരമായിട്ടുള്ള ആമേൻ സംസാരങ്ങളിലും ആമേൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഡിബേറ്റുകളിലൊക്കെ നമ്മൾ പങ്കെടുക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ ആമേൻ, സ്തോത്രം, വാസ്തവമായി പലപ്പോഴും ഇത്തരത്തിൽ ആമേൻ വാക്കുകൾ, ആമേൻ ആമേൻ സംസാരങ്ങൾ, ആമേൻ, സ്തോത്രം, വിദ്വേഷ അനുഭവത്തിനകത്തേക്ക് നീങ്ങിപ്പോകുന്ന അനുഭവമുണ്ട്. ഉപദേശ സത്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും അതിനുവേണ്ടി നാം നിലനിൽക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ്. എന്നാൽ നാം ആ ഉപദേശമൊക്കെ പറഞ്ഞ് അത് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും അനുഭവത്തിലേക്ക് പോകും. നമ്മൾ ഒത്തിരി, ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അധികം ശ്രദ്ധിക്കാറില്ല, എങ്കിലും മുൻപ് ശ്രദ്ധിച്ചിരുന്ന സമയത്തെ കാര്യങ്ങൾ പറയാം. പലപ്പോഴും പലപ്പോഴും എന്താ പറയുന്നത്, ഇങ്ങനെയുള്ള സംവാദങ്ങളൊക്കെ ഒത്തിരി ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്നുണ്ട്. അത് ഇതര മതസ്ഥരുമായിട്ടുള്ള സംവാദങ്ങൾ, ഇതര സമുദായങ്ങളുമായിട്ടുള്ള സംവാദങ്ങൾ, വേർപെട്ട ദൈവമക്കളുടെ ഇടയിൽ തന്നെ ഉപദേശ സംബന്ധമായ വിയോജിപ്പുകളുടെ അടിസ്ഥാനത്തിലുള്ള സംവാദങ്ങൾ. ഇനി ഒരു സഭയിൽ ഒരു സംഘടനയിൽ നിൽക്കുന്നവർ തന്നെ അതിനകത്ത് ആശയപരമായിട്ടുള്ള വിയോജിപ്പുകളുടെ അടിസ്ഥാനത്തിലുള്ള സംവാദങ്ങൾ. ഈ സംവാദങ്ങളൊക്കെ ഒടുവിൽ വ്യക്തി വിദ്വേഷത്തിനകത്ത് അവസാനിക്കുകയും, താഴെയൊക്കെ ഇങ്ങനെ കമന്റ് ഒക്കെ ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാം, വളരെ മോശപ്പെട്ട ഭാഷകൾ അവിടെ നമുക്ക് എഴുതപ്പെട്ടിരിക്കുന്നതായിട്ട് കാണാം. അവിടെ അവസാനം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ട അനുഭവത്തിലേക്ക് ഇത് അവസാനം ഇതിന്റെ എന്താ പറയുന്നത്, അവസാനം കൊണ്ട് ചെല്ലുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ പറയുന്നു, യഥാർത്ഥമായി നാം സഹോദരനെ സ്നേഹിക്കുന്നുവെങ്കിൽ മാത്രമേ നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് വരികയുള്ളൂ, അല്ലെങ്കിൽ നാം പിശാചിൽ നിന്ന് ഉള്ളവർ എന്ന് വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ വാസ്തവമായ ദൈവ സ്നേഹം നമ്മുടെ അകത്തു നിന്ന് നമുക്ക് നമ്മുടെ സഹോദരനെ സ്നേഹിപ്പാൻ കഴിയുന്നില്ലെങ്കിൽ നാം ദൈവത്തിൽ നിന്ന് ജനിച്ചവരല്ല, നാം ദൈവത്തിനുള്ളവരല്ല. നാം മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ നമ്മിൽ ജീവനുണ്ട്, നാം ദൈവത്തിന്റെ മക്കളെന്ന് നമ്മൾ തന്നെ നമ്മളെ പ്രൂവ് ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഞാനിപ്പോൾ ഈ മീഡിയയിൽ വന്നിരുന്നുകൊണ്ട് ഞാൻ ചെയ്തതാകുന്ന പ്രവർത്തനങ്ങളും, ഞാനാണെങ്കിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്തു, ഞാൻ എന്തെല്ലാം തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു എന്ന് ഇങ്ങനെ തെളിവ് സഹിതം ഞാൻ ഇവിടെ പറഞ്ഞത് കൊണ്ട് ഞാൻ ഒരു ദൈവ പൈതലാകുന്നില്ല. എനിക്ക് നിങ്ങളെ സ്നേഹിപ്പാൻ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതിലൂടെ മാത്രമേ ഞാനൊരു ദൈവ പൈതലായി മാറുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എനിക്ക് ഇവിടെ ഇരിക്കുന്ന പ്രിയമുള്ളവരെ സ്നേഹിപ്പാൻ കഴിയുന്നെങ്കിൽ, എന്നേക്കാൾ ശക്തന്മാരായ അഭിഷിക്തന്മാർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നേക്കാൾ നന്നായി ശുശ്രൂഷിക്കുന്ന ആളുകൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിയാം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് നിങ്ങളെ സ്നേഹിപ്പാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ ഈ പ്രസംഗിക്കുന്നത് വ്യർത്ഥമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് ഈ മീഡിയയിലൂടെ ഞാൻ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നാളെ ഞാൻ നിങ്ങളെ നേരിട്ട് കാണുവാൻ എനിക്ക് അവസരം കിട്ടുമ്പോൾ, നിങ്ങളുടെ കുറവുകളും പോരായ്മകളും മനസ്സിലാക്കുവാൻ എനിക്ക് അവസരം കിട്ടുമ്പോൾ, നിങ്ങളുടെ ഒരു വാക്ക് എനിക്ക് വിരോധമായിട്ട് വരുമ്പോൾ, അപ്പോഴും എനിക്ക് നിങ്ങളെ സ്നേഹിപ്പാൻ കഴിയുന്നില്ലെങ്കിൽ, ഞാൻ ഇന്ന് ഈ ഗോഡ് ഈസ് ലവ് ഈ ഓൺലൈൻ മീറ്റിങ്ങിനകത്ത് വന്ന് ഈ ഘോരഘോരം പറഞ്ഞതെല്ലാം ഒരു അർത്ഥമില്ലാതെ ആയി പോകും. അതുകൊണ്ട് യാതൊരു എന്താ പറയുന്നത്, അതിനൊരു ഒരു പ്രയോജനമില്ലാതെ ആയി പോകും. എന്നാൽ എനിക്ക് പ്രസംഗിപ്പാനായിട്ട്
പല ആളുകളും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പോ ഒരു ശുശ്രൂഷ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ശുശ്രൂഷകന്മാരാണല്ലോ പ്രാഥമികമായി ചോദിക്കും എവിടെയാണ് സഭ. അപ്പം സഭ ശുശ്രൂഷ ഉണ്ടോ എന്നൊരു ചോദിക്കും. സഭ ശുശ്രൂഷ ഇല്ലെന്ന് പറഞ്ഞാൽ ശുശ്രൂഷ ഇല്ലെന്ന അവര് കരുതുന്നത്. നമുക്ക് ഈ ലോകത്ത് അറിയാം 5 വിധ ശുശ്രൂഷകളുണ്ട്. സ്വതന്ത്ര പലവിധ ശുശ്രൂഷകളുണ്ട്. ഗാനങ്ങൾ പാടുന്നത് ഒരു ശുശ്രൂഷയാണ്, സങ്കീർത്തനം വായിക്കുന്നത് ശുശ്രൂഷയാണ്. ഇവിടെ ഒരു മാതാവ് ശക്തമായ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്ത് അതൊരു ശുശ്രൂഷയാണ്. ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇത്രയും ആളുകളെ ഒരുമിച്ച് കൊണ്ടുവന്നു, അത് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയാണ്. പക്ഷെ ഇതിനെയൊക്കെ ശുശ്രൂഷയായിട്ട് കണക്കാക്കാതെ പലപ്പോഴും സഭ ശുശ്രൂഷ ഇല്ലെങ്കിൽ ശുശ്രൂഷ ഇല്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതുപോലെയാണ് പ്രസംഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പ്രസംഗിക്കാൻ കഴിയാത്തവർക്ക് ശുശ്രൂഷയില്ല എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്നവരുണ്ട്. പ്രസംഗം എന്ന് പറയുമ്പോൾ നല്ലൊരു ആശയവിനിമയ മാർഗമാണ്. നമ്മളിലുള്ള ഈ ദൈവികമായ അനുഭവത്തെ മറ്റുള്ളവരുമായിട്ട് സംവേദിക്കാനുള്ള നല്ലൊരു ആശയവിനിമയ മാർഗമാണ് പ്രസംഗം എന്നതിന് ഉപരിയായിട്ട് പ്രസംഗത്തിന് ഒരു മാഹാത്മ്യവുമില്ല. നാം ചെയ്തുകൊണ്ടിരിക്കുന്ന വിവിധ നിലകളിലൊക്കെ നാം പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം, ദൈവ സ്നേഹത്തെ പ്രകടമാക്കുന്നതാണ് ഏറ്റവും വലിയ ശുശ്രൂഷ. അത് പ്രസംഗത്തിലൂടെയോ പ്രവൃത്തിയിലൂടെയോ എങ്ങനെയും ആയിക്കൊള്ളട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്റെ വാക്കുകളെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, നാം മറ്റുള്ളവരെ സ്നേഹിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം, മറ്റുള്ളവരെ സ്നേഹിപ്പാൻ നാം തയ്യാറാകണം. ക്രിസ്തുവോ തന്റെ പ്രാണനെ തന്നുകൊണ്ടാണ് നമ്മെ സ്നേഹിപ്പാൻ ഇടയായി തീർന്നത്. അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹമെന്നറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മള് ഒരു സാധാരണ ഗതിയിലുള്ള ഒരു അനുഭവത്തെക്കാൾ ഉപരിയായിട്ട് ക്രിസ്തു നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി പ്രാണനെ വെച്ച് തന്നു എങ്കിൽ കർത്താവ് പറയുകയാണ്, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ എല്ലാവരും സ്നേഹിക്കുന്നു. കാരണം ദൈവം സ്നേഹമാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചവന് ആരെയും വെറുക്കാൻ കഴിയത്തില്ല. ദൈവത്തിന് ആരെയും വെറുക്കാൻ കഴിയത്തില്ലെങ്കിൽ നമുക്കും ആരെയും വെറുക്കാൻ കഴിയത്തില്ല. കർത്താവ് പറയും, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം. കർത്താവ് പ്രാണനെ വെച്ച് വന്ന് സ്നേഹിച്ചെങ്കിൽ നിങ്ങൾ സഹോദരന് വേണ്ടി പ്രാണനെ വെച്ചു കൊടുത്ത് സ്നേഹിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ അത്ര ആഴമേറിയ കാര്യങ്ങളാണ്. സ്വന്തം പ്രാണനെ കൊടുത്തുകൊണ്ട് സഹോദരനെ സ്നേഹിക്കുന്നവനാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. പക്ഷെ നമുക്ക് അത്രത്തോളം അനുഭവങ്ങളിലേക്ക് ചെല്ലുവാൻ കഴിയുന്നില്ലെങ്കിലും സ്തോത്രം, വാസ്തവമായി നമുക്ക് നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ സ്തോത്രം, നമ്മുടെ ചുറ്റുപാടുമുള്ള സമൂഹത്തെ നമുക്ക് സ്നേഹിപ്പാൻ കഴിയുന്നുണ്ടോ? ആരാണ് എന്റെ യഥാർത്ഥ സ്നേഹിതൻ എന്നുള്ള ചോദ്യത്തിനൊക്കെ ഉത്തരം കർത്താവ് നമുക്ക് തരുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മെ വെറുക്കുന്നവർ, നമുക്കെതിരെ സംസാരിക്കുന്നവർ, നമ്മുടെ സുവിശേഷത്തെ വിരോധിക്കുന്നവർ, നമ്മെ സുവിശേഷം അറിയിക്കുന്നതിന്റെ പേരിൽ നമ്മെ ആക്രമിക്കുന്നവർ, നമ്മുടെ ആലയങ്ങളെ തകർക്കുന്നവർ, നമുക്കെതിരായിട്ട് ജനത്തെ സംഘടിപ്പിക്കുന്നവർ, കൂട്ട ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ, അവരെ നമ്മുടെ പ്രാണനെ വെച്ചു കൊടുത്ത് സ്നേഹിപ്പാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. 17-ാം വാക്യത്തിൽ പറയുകയാണ്, രണ്ടാമത് പറയുന്നത്, എന്നാൽ ഈ ലോകത്തിൽ വസ്തുവക ഉള്ളവൻ ആരെങ്കിലും തന്റെ സഹോദരനോട് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? ഒന്ന്, നമ്മുടെ പ്രാണനെ കൊടുത്ത് സ്നേഹിക്കണം. രണ്ടാമത് പറയുന്നു, വസ്തുവകയുള്ളവൻ, പണമുള്ളവൻ, സമ്പത്തുള്ളവൻ, ദാരിദ്ര്യത്തിൽ ഇരിക്കുന്നവനെ, ബുദ്ധിമുട്ടിൽ ഇരിക്കുന്നവനെ തന്റെ നന്മ കൊടുത്ത് സ്നേഹിക്കണം. സ്തോത്രം. അതാണ് യഥാർത്ഥ വാസ്തവമായ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ നമ്മളിൽ ദൈവത്തിന്റെ സ്നേഹം എങ്ങനെ വസിക്കും എന്നാണ് ചോദിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. സഹോദരനെ പ്രാണനെ കൊടുത്ത് സ്നേഹിപ്പാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരമ്മ പ്രസവിച്ച ഒരു ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന ആളുകൾക്ക് പോലും അന്യോന്യം, വിശ്വാസികൾ എന്ന് പേരിൽ അറിയപ്പെടുന്നവർക്ക് അന്യോന്യം സ്നേഹിപ്പാൻ കഴിയും. ഞാൻ വിമർശനമല്ല, കാരണം ഇതൊരു വിമർശനത്തിന്റെ സന്ദേശമല്ല ഞാൻ പറയുന്നത്, സ്നേഹത്തിന്റെ സന്ദേശമാണ്. സ്തോത്രം. പലപ്പോഴൊക്കെ ഞെട്ടുന്ന ഹൃദയത്തോടെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നോട് തന്നെ വ്യക്തിപരമായിട്ട് ചില ആളുകൾ സംസാരിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട്, എന്റെ സഹോദരൻ, എന്റെ സഹോദരി എനിക്ക് ഒത്തിരി ദോഷം ചെയ്തു. അത് സ്വത്തുവകകൾ വിവാഹിക്കുന്ന കാര്യത്തിലായിരിക്കാം, മറ്റ് പല നടപടികളുടെ വിഷയത്തിലായിരിക്കാം, ഒരുപക്ഷെ അദ്ദേഹം ആദ്യം വിശ്വാസത്തിൽ വന്നപ്പോൾ അവരിൽ നിന്നുണ്ടായ വിഷയങ്ങളായിരിക്കാം. അങ്ങനെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, എന്നെ ഒരുപാട് ദ്രോഹിച്ചു,
എനിക്ക് അതൊരിക്കലും മറക്കുവാൻ കഴിയത്തില്ല എന്ന് പറയുന്ന ധാരാളം ആളുകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് പകൽ ഇന്ന് രാത്രികാലം എന്നെ ശ്രമിക്കുന്ന പ്രിയമുള്ളവരെ, ഈ മീഡിയയിലൂടെ അതിനെ തുടർന്ന് മറ്റ് സോഷ്യൽ മീഡിയയുടെ വിവിധ പ്ലാറ്റ്ഫോമുകളിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, വാസ്തവമായി നമ്മുടെ സഹോദരന് മുട്ടുള്ളപ്പോൾ, സഹോദരന് ബുദ്ധിമുട്ടുള്ളപ്പോൾ നമ്മുടെ സ്വത്തുവകയിൽ നിന്ന്, നമ്മുടെ ധനത്തിൽ നിന്ന് അവനെ സഹായിപ്പാൻ കഴിയുന്നില്ലെങ്കിൽ വാസ്തവമായി അത് നമ്മളിൽ ദൈവസ്നേഹമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 18-ാം വാക്യത്തിൽ പറയുന്നു, കുഞ്ഞുങ്ങളെ നാം വാക്കിനാലും ആമേൻ നാവിനാലും പ്രവൃത്തിയാലും സത്യത്തിലും തന്നെ സ്നേഹിക്കണം. അപ്പൊ ഞാനിപ്പം വാക്കിനാലും നാവിനാലും ദൈവസ്നേഹത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥമായി പ്രവൃത്തിയിൽ സ്തോത്രം, ഹല്ലേലൂയ, സത്യത്തിലും സ്നേഹിപ്പാനായിട്ട് സാധിക്കണം. യഥാർത്ഥമായ പ്രവൃത്തിയിലും സത്യത്തിലും സ്നേഹിപ്പാൻ കഴിയണം. കാരണം സുവിശേഷം ഒത്തിരി പ്രസംഗിക്കണ്ട, അത് പ്രകടമാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് പ്രസംഗിക്കുന്ന ആ എഫോർട്ടിനേക്കാളും അത് വാസ്തവമായി നമ്മൾ പ്രകടമാക്കി കഴിഞ്ഞാൽ ധാരാളം ആളുകൾ ഈ ദൈവസ്നേഹത്തിനകത്തേക്ക് വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണ് വാസ്തവമായി നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ദൈവത്തിന്റെ സ്നേഹത്തെ പ്രചരിപ്പിക്കുന്നവരാണ്. സുവിശേഷം പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സുവിശേഷം ഒരു മതം മാറ്റത്തിന്റെ പരിപാടിയല്ല. ഒരു കൂട്ടം ആളുകളെ മറ്റൊരു മതത്തിൽ നിന്ന് വേറൊരു മതത്തിലേക്ക് കൊണ്ടുവരുന്ന ഇടപാടല്ല. ഒരു സഭയിൽ നിന്ന് ഒരു കൂട്ടം ആളുകളെ മറ്റൊരു സഭയിലേക്ക് കൊണ്ടുവരുന്ന ഇടപാടല്ല. എന്തെങ്കിലും പ്രത്യേക ഒരു സംസ്കാരത്തിൽ നിന്ന് വേറൊരു സംസ്കാരത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഇടപാടല്ല. വിദ്വേഷത്തിന്റെയും പാപത്തിന്റെയും അനുഭവത്തിൽ നിന്ന് വാസ്തവമായ ദൈവ സ്നേഹത്തിലേക്ക് ജനത്തെ കൊണ്ടുവരുന്നതാണ്. അത് കൊണ്ട് അതെ പ്രസംഗിപ്പാൻ, നാവ് കൊണ്ട്, വാക്കുകൾ കൊണ്ട് പറയുവാൻ കഴിയുന്നില്ലെങ്കിലും എന്റെ പ്രവൃത്തിയിൽ, എന്റെ ജീവിതത്തിനകത്ത് യഥാർത്ഥ ദൈവ സ്നേഹത്തെ എനിക്ക് പ്രകടിപ്പിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ ദൈവ സ്നേഹത്താൽ പിടിക്കപ്പെട്ട അനേകം ആളുകൾ യഥാർത്ഥമായി പ്രാണനെ വെച്ച് വന്ന ക്രൂശിലെ സ്നേഹത്തെ അറിയുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. അപ്പം പ്രിയ അജുപാസ്റ്റർ പറഞ്ഞ കാര്യത്തിലേക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ വേഗത്തിൽ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, അവിടെ ആ ബെഥസ്ദ കുളക്കടവിൽ കിടന്ന മനുഷ്യൻ പറഞ്ഞു, എനിക്ക് ആരുമില്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ കർത്താവ് അവിടെ ചെന്ന് പറഞ്ഞു, നിനക്ക് വിടുതൽ പ്രാപിപ്പാൻ ആഗ്രഹമുണ്ടോ എന്ന് പകൽ പ്രിയമുള്ളവരെ, കർത്താവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ദൈവസ്നേഹം യഥാർത്ഥം. കാരണം ദൈവത്തിന് മാത്രം ഈ സുവിശേഷത്തെ അറിയിക്കാനായിരുന്നെങ്കിൽ നമുക്ക് ഈ മീറ്റിംഗിന്റെ ആവശ്യമില്ല, നമുക്ക് ശുശ്രൂഷകൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഒറ്റ സെക്കൻഡ് കൊണ്ട്, ഒറ്റ നിമിഷം കൊണ്ട് ഈ ലോകത്തെ മുഴുവൻ സുവിശേഷം അറിയിക്കുവാനുള്ള സംവിധാനം ദൈവത്തിന്റെ കരങ്ങളിലുണ്ട്. എന്നാൽ വീണുപോയ മനുഷ്യനെ തന്നെ തെരഞ്ഞെടുത്ത് ഈ സുവിശേഷത്തിന്റെ സത്യം ദൈവത്തിൽ നിന്ന് അകന്നുപോയി, സ്തോത്രം, ദൈവ സ്നേഹത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ആ ദൈവ സ്നേഹത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ നമ്മെ തന്നെ തെരഞ്ഞെടുത്ത കർത്താവ് ഇന്ന് അനേകം ആളുകൾ ബെഥസ്ദ കുളക്കടവിൽ ഇരുന്നുകൊണ്ട് എനിക്കും ആരുമില്ല എന്ന് പറയുമ്പോൾ അവരുടെ അടുക്കലേക്ക് ഒരു ദൈവ സ്നേഹത്തിന്റെ പ്രതീകമായി നമുക്ക് കടന്നു ചെല്ലുവാൻ കഴിയുന്നെങ്കിൽ പ്രിയമുള്ളവരെ, ഈ ലോകത്തെ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നമുക്ക് പിടിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. നാം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നാം ദൈവ സ്നേഹത്തെ പ്രചരിപ്പിക്കുകയാണ്. ഗോഡ് ഈസ് ലവ് മിനിസ്ട്രി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർ ദൈവ സ്നേഹത്തെ പ്രകടിപ്പിക്കുകയാണ്, മറ്റുള്ളവരിലേക്ക് ആ ദൈവ സ്നേഹത്തെ കൊണ്ടെത്തിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദൈവ സ്നേഹം വാസ്തവമായി നമ്മളിൽ ഉണ്ടെങ്കിൽ സ്തോത്രം, 22-ാം വാക്യം 3-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, അവന്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളവ ചെയ്താൽ എന്തു യാചിച്ചാലും അത് അവൻ നമുക്ക് വേണ്ടി ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അവൻ ദൈവ സ്നേഹം വാസ്തവമായി നമ്മളിൽ ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ എന്ത് യാചിച്ചാലും എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ മുഴുവൻ കൺട്രോൾ നമ്മുടെ കയ്യിൽ കിട്ടും. ദൈവസ്നേഹം നമ്മളിൽ വാസ്തവമായിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു കൂട്ടം ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, സുവിശേഷ വിരോധികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ തകർന്നുകൊണ്ടിരിക്കുന്ന ജനത്തെ, തകർന്നുകൊണ്ടിരിക്കുന്ന തലമുറയെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, വാസ്തവമായി നമ്മുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് വ്യക്തിപരമായ നമ്മുടെ ആവശ്യങ്ങളാകട്ടെ, നമ്മുടെ മിനിസ്ട്രിയുടെ ആവശ്യങ്ങളാകട്ടെ, നാം പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ നമ്മളിൽ യഥാർത്ഥ ദൈവ സ്നേഹം നമ്മളിൽ പ്രകടമായി ലോകത്തിന് നാം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിനകത്ത് വലിയ വ്യത്യാസങ്ങൾ നടക്കും. ഇന്ന് രാത്രി ഈ ഓൺലൈൻ മീറ്റിംഗിനകത്ത് ഇരുന്നുകൊണ്ട് വിവിധ രാജ്യങ്ങളിൽ, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് ദൈവമക്കൾ ഒരുമിച്ച് സ്തോത്രം പ്രാർത്ഥിക്കും
പ്രവർത്തിക്കുമ്പോൾ ഈ ഭാരതത്തിന്റെ വിവിധ ഇടങ്ങളിൽ ദൈവത്തിന്റെ മഹത്തരമായ പ്രവൃത്തി വെളിപ്പെടുവാനിടയായിത്തീരും. ഇപ്പോഴും ഹൃദയത്തിനകത്ത് വിദ്വേഷം വെച്ചുകൊണ്ട് രാഷ്ട്രീയത്തിന്റെയും മതത്തിന്റെയും ജാതിയുടെയും പേര് പറഞ്ഞ് 50 ഇരുന്നുകൊണ്ട് അന്യോന്യം വിദ്വേഷത്തെ പറഞ്ഞുകൊണ്ട് കുലപാതകം ചെയ്തുകൊണ്ട് അന്യോന്യം ഉപദ്രവിച്ചുകൊണ്ട് മനുഷ്യന്റെ യഥാർത്ഥമായ ദൈവസ്നേഹത്തെ ഉൾക്കൊള്ളുവാൻ കഴിയാതിരിക്കുന്ന ജനഗതികളെ നേടുവാൻ ഇന്ന് രാത്രി ഈ പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന മക്കൾ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ അത്ഭുതകരമാകുന്ന പ്രവൃത്തി. കായീൻ സ്തോത്രം എന്താണ് ചെയ്തത്? അവൻ നീതിയില്ലാത്തവനായിരുന്ന കായീൻ, ദുഷ്ടനായിരുന്ന കായീൻ നീതിയുള്ളവനാകുന്ന ഹാബേലിനെ കൊന്നുകളഞ്ഞു. എന്നാൽ സ്തോത്രം ഹാബേൽ എവിടെയെന്ന് ചോദിച്ചപ്പോൾ കായീൻ പറഞ്ഞു, ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരനാണോ എന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ കായീൻ പറയേണ്ടിരുന്നത് ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരനാണ് എന്നാണ്. കാരണം അവനെ സഹോദരന്റെ കാവൽക്കാരനായിട്ടാണ് ദൈവം അവനെ നിയമിച്ചിരുന്നത്. പ്രിയമുള്ളവരെ, ദൈവം നമ്മളോട് ചോദിക്കുകയാണ്, നമ്മളാൽ വെറുക്കപ്പെട്ടവർ, നമ്മളാൽ വിദ്വേഷം അനുഭവിച്ചവർ, നമ്മളാൽ മറ്റുള്ള വാക്കുകൾ കേട്ട് തകർന്നു പോയ ആളുകളുടെ ആത്മാക്കളെ കുറിച്ച് നമ്മളോട് ചോദിക്കുമ്പോൾ നാം ദൈവത്തോട് പറയേണ്ട മറുപടി കായീനെ പോലെ പറയേണ്ട മറുപടി അല്ല നമ്മൾ പറയേണ്ടത്. ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരനാണോ എന്നല്ല ചോദിക്കും. ായ ദൈവസ്നേഹം നമുക്ക് ക്രൂശിൽ കാണിച്ചു തന്ന നമ്മുടെ ആദ്യ സഹോദരനായ യേശു ക്രിസ്തു നമ്മുടെ പ്രാണനെ സ്തോത്രം നമ്മുടെ പ്രാണനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി അവിടുത്തെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ നാമും നമ്മുടെ പ്രാണനെ കൊടുത്തിട്ടാണെങ്കിലും, അതാണ് വചനം പറയുന്നത്, നമ്മുടെ സഹോദരങ്ങളെ നേടുവാനുള്ള ഒരു ആത്മീക ഉത്തരവാദിത്വം നമുക്കുണ്ട്. കാരണം നാം ഈ സ്നേഹത്താൽ പിടിക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മളെ എത്ര ഉപദ്രവിച്ചാലും, നമ്മളെ എത്ര പീഡിപ്പിച്ചാലും, നമുക്കെതിരായിട്ട് എത്ര സംസാരിച്ചാലും നമ്മൾ ഈ ഇവിടെ നിന്ന് എന്തുകൊണ്ടാണ് വിട്ടുപോകാത്തത്? സ്തോത്രം നമ്മളെ ആരെല്ലാം വിദ്വേഷിച്ചു, ആരെല്ലാം ഒറ്റപ്പെടുത്തി, സഭാ സംഘടനകൾ നമ്മൾ ഒറ്റപ്പെടുത്തിയ അനുഭവങ്ങളുണ്ട്, കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തൽ വന്നിട്ടുണ്ട്, പല ഇടങ്ങളിൽ നിന്ന് നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് ഇപ്പോഴും ഇവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ ദൈവ സ്നേഹം വാസ്തവമായി അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിക്കും ഇവിടെ നിന്ന് പിന്മാറി പോകുവാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ആ സ്നേഹം മറ്റുള്ളവർക്ക് പ്രകടിപ്പിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഈ ഓൺലൈൻ മീറ്റിംഗിനകത്ത് മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഈ ശുശ്രൂഷ ഇവിടെ പര്യവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആരും എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പറയുന്ന ആരെങ്കിലും എന്നെ ഇന്ന് രാത്രി കേൾക്കുന്നുണ്ടെങ്കിൽ വാസ്തവമായി ഞാൻ നിങ്ങളോട് പറയുന്നു, യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളെ കറുവാനല്ല, നിങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനല്ല, നിങ്ങളെ ന്യായം വിധിക്കുവാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ നോക്കിക്കൊണ്ട്, നിങ്ങൾ പാപം ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങളെ നരകത്തിലേക്ക് തള്ളിയിടാമെന്ന് ചിന്തിക്കുന്നവരല്ല എന്റെ കർത്താവ്. മറിച്ച് എങ്ങനെയും ഏത് വിധേനയും നിങ്ങളെ നേടിയെടുത്ത് നിങ്ങൾ നിത്യജീവൻ അവകാശിയാക്കി, ഒരു ദൈവ പൈതലാക്കി, വാസ്തവമായി ദൈവസ്നേഹം തികഞ്ഞൊരു വ്യക്തിയാക്കി മാറ്റുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ എപ്പോഴാണ് ഈ വചനം ശ്രദ്ധിക്കുന്നത്, എപ്പോഴാണ് നിങ്ങൾ എന്റെ വാക്കുകളെ കേൾക്കുന്നത്, അപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നവനാകുന്ന യേശു ക്രിസ്തുവിന്റെ യഥാർത്ഥമായ സ്നേഹം നിങ്ങളുടെ ജീവിതത്തിനകത്ത് യഥാർത്ഥമായി ഉൾക്കൊള്ളുവാൻ തക്കവേണം ഈ ശുശ്രൂഷ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് അവസരം ഒരുക്കി തന്ന ഗോഡ് ഈസ് ലവ് പ്രയർ ഇന്റർനാഷണൽ മിനിസ്ട്രീസിന്റെ പ്രിയപ്പെട്ടവരോടുള്ള പ്രത്യേകമായ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.